അന്തരിച്ച പീരുമേട് എം.എൽ.എ വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം പുലർച്ചെയോടെ തിരുവനന്തപുരത്ത് നിന്ന് പീരുമേട് എത്തിച്ചു. വൈകിട്ട് 4-ന് വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാവിലെ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഇന്നലെ എം.എൻ. സ്മാരകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വാഴൂർ സോമന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്നലെ തിരുവനന്തപുരം ILDM-ൽ ഇടുക്കി ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്ത് മടങ്ങവേ കുഴഞ്ഞു വീഴുകയായിരുന്നു. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം പീരുമേട് വാളാടിയിലെ വസതിയിലേക്ക് എത്തിച്ചത്. നിലവിൽ 10:30 വരെ വീട്ടിലെ പൊതുദർശനം തുടരും. അതിനുശേഷമായിരിക്കും വണ്ടിപ്പെരിയാറിലേക്ക് പൊതുദർശനമായി മാറ്റുക. 11 മണിയോടെ വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പൊതുദർശനമായി മൃതദേഹം മാറ്റും. തുടർന്ന് പമ്പനാറിലായിരിക്കും സംസ്കാരം നടക്കുക. വൈകുന്നേരത്തോടെ സംസ്കാരം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 4 മണിയോടെ സംസ്കാരം നടത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് പൊതുപരിപാടിക്കിടെയായിരുന്നു ഇന്നലെ പീരുമേട് എം.എൽ.എ വാഴൂർ സോമന്റെ മരണം. പ്രത്യേകിച്ചും ഇടുക്കിയിലെ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെ റവന്യൂ വകുപ്പുമായുള്ള ചർച്ചകൾക്കിടെയായിരുന്നു മരണം സംഭവിച്ചത്. 1976 കാലഘട്ടത്തിൽ ഇടുക്കിയിലേക്ക് എത്തിയ വാഴൂരിൽ നിന്ന് ഇടുക്കിയിലേക്ക് എത്തിയ വാഴൂർ സോമൻ തോട്ടത്തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു. CPI-യുടെ AIF അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് പിന്നീട് തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ച് രംഗത്ത് വന്നത്. തോട്ടം തൊഴിലാളികളുടെ നിരവധിയായ പ്രശ്നങ്ങൾ നിരന്തരമായി ഇടപെട്ട ജനപ്രതിനിധിയായിരുന്നു വാഴൂർ സോമൻ MLA. പൊതുപ്രവർത്തന രംഗത്തും തുടർന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന കാലഘട്ടത്തിൽ പോലും നിരവധിയായ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുകയും തോട്ടം തൊഴിലാളികളുടെയും ഇടുക്കിയിലെ ഭൂവിഷയങ്ങളുടെയും ഒപ്പം പട്ടയ വിഷയങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളിലേക്ക് വാഴൂർ സോമൻ നിരന്തരമായി ഇടപെട്ടിരുന്നു. അവസാന നിമിഷം പോലും, അതായത് അദ്ദേഹം മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇടുക്കിയുടെ പട്ടയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും പീരുമേടിന്റെയും വാഗമണിന്റെയും ഒക്കെ പട്ടയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും സംഭവിക്കുന്നത്. അപ്പം ഇടുക്കിയുടെ വിവിധ കാലഘട്ടങ്ങളിൽ തോട്ടത്തൊഴിലാളികൾക്കൊപ്പം നിന്ന ഒരു നേതാവ് കൂടിയാണ് ഇടുക്കിക്ക് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരത്തോടെ 4 മണിയോടെ പാപ്പനാറിൽ നടക്കും. ശരി, അന്തരിച്ച പീരുമേട് എം.എൽ.എ വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം പുലർച്ചെയോടെ തിരുവനന്തപുരത്ത് നിന്ന് പീരുമേട് എത്തിച്ചു. വിവരങ്ങൾ നൽകിയത് പ്രിൻസ് ജെയിംസ് ആണ്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, വാഴൂർ സോമന്റെ നിര്യാണത്തിലൂടെ പീരുമേടിന് നഷ്ടമായത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് വളർന്ന ഒരു നേതാവിനെയാണ്. 1974 മുതൽ പൊതുരംഗത്തെത്തിയ വാഴൂർ സോമൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിലെ സിറിയക് തോമസിനെ 1835 വോട്ടിനാണ് അന്ന് വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയത്. സ്വദേശമായ കോട്ടയം വാഴൂരിൽ നിന്ന് 1976 വാഴൂർ സോമൻ ഇടുക്കിയിലെ പീരുമേട്ടിലേക്ക് എത്തിയത്. പീരുമേട് ഗ്ലെൻമേരി എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്ന ജ്യേഷ്ഠൻ ദാസിനൊപ്പമായി ആദ്യ കാലഘട്ടത്തിൽ പീരുമേട്ടിലെ താമസം. അക്കാലഘട്ടത്തിൽ തന്നെ പീരുമേട് കേന്ദ്രീകരിച്ച് CPI-യുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ AISF-ന്റെയും AIYF-ന്റെയും രൂപീകരണത്തിലും പ്രവർത്തനത്തിലും നേതൃത്വതലത്തിൽ പങ്കാളിയായി. ഇതിന്റെ തുടർച്ചയായി പ്രദേശത്തെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം സജീവമായി. 1978 ഹൈറേഞ്ച് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ രൂപീകരിച്ച് അതിന്റെ ജനറൽ സെക്രട്ടറിയായി. നിലവിൽ ഇതേ സംഘടനയുടെ പ്രസിഡന്റ് ചുമതലയും വഹിച്ചിരുന്നു. നിരവധി തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടുകയും മറ്റും ചെയ്തിരുന്നു. എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ നിരവധി തൊഴിൽ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും പങ്കെടുത്തിരുന്നു. ഇത് AITUC-യുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലാളി സംഘടനകളുടെ വളർച്ചയ്ക്കും ഇടയാക്കി. തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് 1980 വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ച വാക്കേറ്റത്തിൽ എത്തുകയും വാഴൂർ സോമന് ഗുരുതരമായ പോലീസ് മർദ്ദനം ഏൽക്കുകയും ചെയ്തിരുന്നു. ഇതക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റും ഇടയാക്കി. അന്നത്തെ പോലീസ് മർദ്ദനത്തിന്റെ തുടർച്ചയായുണ്ടായ ശാരീരിക പ്രശ്നങ്ങളുമായിട്ടായിരുന്നു സോമന്റെ തുടർന്നുള്ള ജീവിതം. പിന്നീട് CPI-യുടെ വിവിധ ചുമതലകൾ വഹിക്കുകയും 2010 മുതൽ 2015 കാലഘട്ടത്തിൽ വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നിലവിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും AITUC-യുടെ കീഴിലുള്ള വിവിധ തൊഴിലാളി സംഘടനകളുടെ ചുമതലകളും ഇദ്ദേഹം വഹിച്ചിരുന്നു. ന്യൂസ് 18 ഇടുക്കി.